ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പരത്തിപ്പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ശ്രുതിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ചന്ദ്രമതിയും ശ്രുതി എല്ലാവരും കൂടി ചേർന്ന് അങ്ങനെ ഡോക്ടറെ കാണുന്നുണ്ട്. ഡോക്ടറെ കാണുന്ന സമയത്ത് പറയും, ഡോക്ടർ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പ്രഗ്നൻ്റ് ആണെന്ന് ഉള്ളതിൻ്റെ എന്തെങ്കിലും റിസൾട്ടൊക്കെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു, റിസൾട്ടൊക്കെ വീട്ടിൽ ഇരിക്കുക, മറന്നുപോയി എടുക്കാനെന്ന് പറയും. അപ്പോൾ ശ്രുതി ചോദിക്കും, എന്താ ശ്രുതി ഇതൊക്കെ എടുത്ത് മറക്കാതെ കൊണ്ടുവരണ്ടേ? അപ്പോഴത്തേക്കും ഞാൻ അപ്പോഴത്തെ ടെൻഷന് മറന്നുപോയി ശ്രുതി എന്ന് പറയും. ശരി, ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ഞാനൊരു സ്കാനിങ്ങിന് എഴുതി തരാം, ഇപ്പം തന്നെ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാമെന്ന് പറയും. അപ്പോൾ ശ്രുതി ചോദിക്കും, അല്ല ഡോക്ടറെ മെഡിസിനൊന്നും എഴുതുന്നില്ലേ? എന്തായാലും സ്കാൻ ചെയ്തതിന് ശേഷം മെഡിസിൻ എന്തെങ്കിലും എഴുതാമെന്ന് പറയും. അങ്ങനെ സ്കാൻ ചെയ്യാനായിട്ട് കൊണ്ടുപോവാണ് ശ്രുതിയെ. അപ്പോൾ ശ്രുതി ഒരു കാരണവശാലും സ്കാൻ ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ശ്രുതി പറയും, ഈ സമയത്ത് സ്കാനിങ് ഒന്നും ശരിയാവത്തില്ല, കുഞ്ഞിന് വലിയ ദോഷമാണ് എന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് ഡോക്ടർ പറയും, അത് കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് കഴിയുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സ്തുതി നമ്മൾ പറയുന്ന കണക്കല്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലൊന്നും നമ്മൾ സ്കാൻ ചെയ്തുകൂടാ, സ്കാൻ ചെയ്തത് കുഞ്ഞിന് വലിയ പ്രശ്നമായിട്ടൊക്കെ വരുമെന്ന് പറയും. അപ്പോഴും നമ്മുടെ ചന്ദ്രമതി പറയും, ഡോക്ടറല്ലേ സ്കാൻ ചെയ്യാനായിട്ട് കുറിച്ച് തന്നേക്കുന്നത്, അതുകൊണ്ട് ഒരു പ്രോബ്ലം ഉണ്ടാവത്തില്ല, നീ അതിലങ്ങ് ടെൻഷനൊന്നും അടിക്കണ്ടെന്ന് പറയും. അപ്പോൾ നമുക്ക് സ്കാൻ ചെയ്യുന്ന റൂമിലോട്ട് പോകാമെന്ന് പറയും. പക്ഷേ പറയും, സ്തുതി വേണ്ട സ്തുതി, നമുക്ക് പിന്നെ സ്കാൻ ചെയ്യാം, ഇപ്പം ഞാൻ വളരെ ടയേർഡാണ്, ഇപ്പോൾ സ്കാൻ ചെയ്താൽ ശരിയാവത്തില്ലെന്ന് പറയും. എന്തായാലും കുഴപ്പമില്ല ശ്രുതി, പെട്ടെന്ന് കഴിയുമല്ലോ, നമുക്ക് സ്കാൻ ചെയ്തിട്ട് റിസൾട്ട് മേടിച്ച് ഡോക്ടറെ കാണാം, എന്നിട്ട് മെഡിസിൻ എഴുതി മേടിച്ച് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകാം, നമ്മൾ കാറിലല്ലേ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ടും ശ്രുതി സ്കാൻ ചെയ്യാൻ സമ്മതിക്കത്തില്ല. അവിടുന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ശ്രുതി അവിടെ നിൽക്കുന്നത്. അപ്പോൾ തന്നെ ചന്ദ്രമതിക്കും സച്ചിക്കൊക്കെ ഏകദേശം കാര്യം പിടിയിട്ടും എന്തോ ശ്രുതി കള്ളം പറഞ്ഞിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവൾ ഇത്രയും വെപ്രളം കാണിക്കത്തില്ല അവിടുന്ന് പോകാൻ വേണ്ടി. ഇടവും വലവും സച്ചിയും ചന്ദ്രമതി നിൽക്കുകയാണ്. ശ്രുതിക്ക് അവിടുന്ന് ഒരു രീതിയിലും എസ്കേപ്പ് ആവാൻ പറ്റുന്നില്ല. അങ്ങനെ ശ്രുതി പെട്ടെന്ന് ഫോൺ എടുത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുകയാണ്. ഫോൺ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക്, അയ്യോ എനിക്ക് സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞിട്ട് നിലവിളിക്കാൻ തുടങ്ങി. എന്താ ശ്രുതി, എന്ത് പറ്റി? എൻ്റെ ഒരു റിലേറ്റീവ് മരിച്ചുപോയി, അവളെൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടും കൂടിയായിരുന്നു, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, എനിക്ക് അവളെ കാണാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറയും, എന്ത് ഫ്രണ്ടാ ആരാന്നൊക്കെ ചോദിക്കും. അത് എൻ്റെ ഒരു റിലേറ്റീവും കൂടി, അവൾ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, അവൾ മരിച്ചുപോയി, ഞാൻ ഇപ്പോഴാണ് അത് അറിയുന്നത്, ഞാൻ കുറച്ച് മുമ്പ് പോലും ഫോൺ നോക്കിയതായിരുന്നു, ഇപ്പോൾ അവൾക്ക് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചല്ലോ, എനിക്ക് അവളെ കാണണം, എനിക്ക് അവളെൻ്റെ അനിയത്തിയെ പോലെ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് നിലവിളിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ നമ്പരാന്നുള്ള കാര്യം നമ്മുടെ ചന്ദ്രമതിക്ക് മനസ്സിലാവും. എനിക്ക് പോയാൽ പറ്റത്തുള്ളൂ, വാ ശ്രുതി നമുക്ക് പോകാമെന്ന് പറയും. ശ്രുതി, നീ ഒന്ന് കിടന്ന് കരയാതെ, നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതാണ്, ഈ സമയത്ത് ഇങ്ങൊന്നും കിടന്ന് കരയും ടെൻഷൻ അടിക്കുകയും ചെയ്തുകൂടാ, നമുക്ക് പോവാം, നീ സമാധാനപ്പെട്ട് നിൽക്കുക. അപ്പോൾ ചന്ദ്രമതിയും പറയും, മോളെ ശ്രുതി, നമുക്ക് പോകാം, നിൻ്റെ കൂടെ ഞങ്ങളും വരാം, നമുക്ക് ആദ്യം ഡോക്ടർ പറഞ്ഞ പോലെ ഇവിടെ സ്കാൻ ചെയ്യാം, സ്കാൻ ചെയ്തതിന് ശേഷം റിസൾട്ട് മേടിച്ച് ഡോക്ടറെയും കണ്ട് ഇട്ട് നമുക്ക് നീ പറഞ്ഞതുപോലെ നമുക്ക് നിൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകാമെന്ന് പറയും. അപ്പോഴത്തേക്ക് ശ്രുതി പറയും, പറ്റത്തില്ല, എനിക്കിപ്പോൾ തന്നെ കണ്ടേ പറ്റത്തോളം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടാനായിട്ട് അങ്ങ് ശ്രമിക്കുകയാണ്. ആ സമയത്ത് സച്ചി കുറുക്ക് നിൽക്കും, പറ്റത്തില്ല, ഡോക്ടറെ കണ്ടതിന് ശേഷം പോയാൽ മതി എന്ന് പറഞ്ഞ് കൈ കുറുക്ക് വെക്കുവാണ്. ആ സമയത്ത് സച്ചിയുടെ കൈ തള്ളിക്കളഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ആ സമയത്ത് സച്ചി അവിടെ ഉരുണ്ടങ്ങ് വീഴുന്നത്, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു തള്ളലായിപ്പോയി, സച്ചി അങ്ങ് വീഴുകയാണ്. അപ്പോഴത്തേക്ക് ചന്ദ്രമതി പെട്ടെന്ന് ക്രോസ് വന്ന് നിന്നിട്ട് ഒരൊറ്റ അടിയും കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്രുതി ഒരുമാതിരി വല്ലാതെ കറങ്ങി അങ്ങ് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയെ കാണിച്ചത്? ശ്രുതി എന്തിനാ അമ്മ തല്ലിയത്? അവൾ ഗർഭിണിയല്ലേ, ഈ സമയത്ത് അവളെ ഞാൻ അടിക്കാൻ പാടുണ്ടോ? എടാ മണ്ട, നിനക്ക് ഇനി ഒന്നും മനസ്സിലായില്ലെന്ന് ചോദിക്കും. എന്താ അമ്മ, എന്തായി പറയുന്നത്? എടാ ഇവള് ഗർഭിണിയൊന്നും അല്ല, ഗർഭിണിയല്ലെന്നോ? പിന്നെ ഗർഭിണിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ പറഞ്ഞ് പരാക്രമം കാണിക്കുമോ? ഇവള് ഗർഭിണിയല്ല, ഇവളെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവൾ ഗർഭിണിയല്ലെന്നുള്ള കാര്യം നമ്മൾ അറിയുമെന്നുള്ളത്. അതുകൊണ്ടാണ് ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഡോക്ടറെ കാണാം എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഇവൾ കാണിച്ചു കൂട്ടുന്ന ഓരോ പ്രകടനങ്ങളും ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഡോക്ടറെ ക്യാബിനിൽ ചെന്ന സമയത്ത് അവളായിട്ട് തന്നെ പറയുന്നു, ഡോക്ടറെ ഞാൻ കണ്ടതാണ്, റിസൾട്ടുകളൊക്കെ നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റിൻ്റെ റിസൾട്ട് ചോദിച്ചപ്പോൾ അത് അവൾ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയെന്ന്. അവൾ മീരയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവളുടെ ബാഗും എല്ലാ സാധനങ്ങളും അവൾ വാരി കിട്ടിയല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് അവൾ സ്കാൻ ചെയ്ത് റിസൾട്ടൊന്നും എടുക്കാതെ വന്നതെന്ന് പറയും. പിന്നെ അവൾ ഇപ്പോൾ അവൾ കൂട്ടുകാർ മരിച്ചുപോയി, അവൾ എന്തൊക്കെ വെപ്രള കാണിച്ചത്, സത്യം പറയട്ടെ, തിരിച്ച് വീട്ടിൽ കയറാൻ വേണ്ടി നീ കാണിച്ച നമ്പരല്ലേ എന്ന് ചോദിക്കും. സത്യം പറയട്ടെ, നീ ഗർഭിണിയാണോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് ശ്രുതി മിണ്ടത്തില്ല. നീ ഇനിയും ഗർഭിണിയാണെന്നെങ്ങാണ് നീ പറഞ്ഞാൽ ഡോക്ടറെ വിളിച്ചുകൊണ്ടു ഇപ്പം ഞാൻ നിന്നെ പരിശോധിപ്പിക്കും, അതിനുശേഷം ഇവിടുന്ന് തിരിച്ചു പോകത്തുള്ളൂ എന്ന് പറയും. ഉടനെ ആൻറ്റി എന്ന് പറഞ്ഞ് ശ്രുതിയും കരയാൻ തുടങ്ങുകയാണ്. അപ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ വെഞ്ചാകത്തോളം ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ശ്രുതി ചോദിക്കും, സത്യമാണോ ശ്രുതി, നീ ഗർഭിണിയല്ലേ എന്ന് ചോദിക്കും.
അപ്പോഴത്തേക്ക് ഒരു ശ്രുതി എന്നോട് ക്ഷമിക്കും, ശ്രുതിയോട് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയും. നീ ഇങ്ങനൊരു പെണ്ണായിപ്പോയോ, ഗർഭിണിയാണെന്നൊക്കെ ഏതെങ്കിലും പെൺപിള്ളേർ ഇങ്ങനെ കള്ളം പറയോ, എന്ത് ആഗ്രഹിച്ചാന്നറിയാം ഞാൻ നിന്നെ ഡോക്ടറെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നത്, നീ പിന്നെയും എന്നെ ചതിക്കുവാന്നില്ലേ? അതേടാ, നിൻ്റെ കൂടെ 1 വർഷത്തോളം കാലം ഇവൾ ജീവിച്ചിട്ട് ഇവൾ എന്തെങ്കിലും സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇവൾ പറയുന്ന എല്ലാം കള്ളത്തരോ? ഇവൾ ഗർഭിണിയാണെന്നുള്ളൊരു കാര്യം കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം മണ്ടന്മാരാണല്ലോ, ഇവൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുമല്ലോ. അപ്പം നമ്മളുടെ ബലഹീനത മുൻകൂട്ടി കണ്ട് ഇവൾ ഇങ്ങനൊരു നമ്പർ ഇറക്കിയത് വീട്ടിലോട്ട് തിരികെ വരാൻ വേണ്ടി. അതെനിക്ക് മുൻകൂട്ടി മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ അവളെ വിളിക്കാൻ നിൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞതും ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞതും. ഇവളൊട്ടും പ്രതീക്ഷ കാണത്തില്ല നമ്മൾ ഹോസ്പിറ്റലിലോട്ട് വരുമെന്നും ഇവളെ ചെക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവരുമെന്നൊന്നും. അപ്പം നേരെ വീട്ടിലോട്ട് വരാമെന്ന് പ്രതീക്ഷ വന്ന് ഇവൾക്ക് കിട്ടിയ തിരിച്ചടിയാണെന്ന് പറയുന്നത്. എനിക്ക് സംശയമുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് പരിശോധന നടത്തിയതിന് ശേഷം വീട്ടിൽ പോകാമെന്ന് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അങ്ങ് കത്തി കയറുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്കൊന്ന് വിഷമാവുന്നുണ്ട്. ശ്രുതി പറയും, എനിക്കിനി നിന്നെ കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് ദേഷ്യപ്പെട്ടങ്ങ് ശ്രുതിയുടെ കൈ തട്ടി മാറ്റി അങ്ങ് മുമ്പോട്ട് നിൽക്കണം. ആ സമയത്ത് ഡോക്ടർ സ്കാൻ ചെയ്യാനായിട്ട് എഴുതി കൊടുത്ത പേപ്പറെല്ലാം കൂടി ചുരുട്ടി മടക്കി ചന്ദ്രമതി ശ്രുതിയുടെ മുഖത്തോട്ട് വലിച്ചെറിയാണ്. ഇനി മേലെ നീ എൻ്റെ മോനെ കാണാനോ ഫോണിൽ വിളിക്കാനോ ശ്രമിക്കരുത്, എൻ്റെ വീട്ടിൻ്റെ കോമ്പൗണ്ട് നീ കടന്നു പോലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ശ്രുതിയെ വെല്ലുവിളിച്ചിട്ട് അവിടെ ഇറങ്ങി പോവുകയാണ്. അപ്പോഴത്തേക്ക് കാറിനകത്ത് എല്ലാവരും കൂടി കയറുന്നുണ്ട്. ശ്രുതി അവിടെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് അവരങ്ങ് പോവുകയാണ്. അങ്ങനെ കാറിൽ കയറിയിരിക്കുമ്പോൾ ശ്രുതി അങ്ങ് കരയുവാണ്. ആ സമയത്ത് സച്ചി പറയും, എടാ നിന്നെ അവൾ ഇത്രയും നാളും പറ്റിച്ചുകൊണ്ടിരുന്നതായിരുന്നു, ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നത്. അമ്മയ്ക്ക് മുമ്പേ സംശയം ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ, അതുകൊണ്ടാണ് അമ്മ എൻ്റെ കാറ് പിടിച്ച് അവളെ വിളിക്കാനായിട്ട് നീയും കൂടി വരാൻ പറഞ്ഞത്. നിൻ്റെ കാറിൽ ഒരുപക്ഷെ വന്നതെന്നുണ്ടെങ്കിൽ അവളൊരു കാരണവശാലും സമ്മതിക്കത്തില്ല ഹോസ്പിറ്റലിൽ വരാൻ. നീ പിന്നെയും അവൾ പറഞ്ഞ് വിശ്വസിക്കുന്നുണ്ടല്ലോ ശ്രുതി, നീ ഇങ്ങനെ ഒരു മണ്ടനായി പോയല്ലോ എന്നൊക്കെ സച്ചി ശ്രുതി എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ നേരെ കാറങ്ങ് വീട്ടിൽ വരുവാണ്. വീട്ടിൽ വരുന്ന സമയത്ത് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുവാണ് ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് ശ്രുതി വരുമെന്ന് കരുതി. ചെന്ന സമയത്ത് എല്ലാവരും ഇറങ്ങുന്നുണ്ട്, പക്ഷേ ശ്രുതിയെ കാണത്തില്ല. അപ്പം രവീന്ദ്രൻ ചോദിക്കും, അല്ല നിങ്ങൾ ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരാനല്ലേ പോയത്, എന്നിട്ട് ശ്രുതി എവിടെ ചോദിക്കുക. നിങ്ങൾ എല്ലാവരോടും ഞാൻ പറഞ്ഞതാണ് അവൾ നമ്മളെ പറഞ്ഞു പറ്റിക്കുക, അവൾ ഗർഭിണിയൊന്നും അല്ലെന്ന്. നീ എന്താ ചന്ദ്രയെ പറഞ്ഞത്? എൻ്റെ രവിയേട്ടാ, അവൾ ഗർഭിണിയൊന്നും അല്ല. ഞാനത് ആ സംശയം കൊണ്ട് ഞാൻ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ അവൾ ഗർഭിണിയല്ല, അവൾ നമ്മളെ ചതിക്കുമായിരുന്നു പറയും. അത് കേൾക്കുന്ന എല്ലാവരും ഒരുപാട് ഷോക്ക് അടിച്ചിടങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രി, എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നന്ദി.